ബേണി ഇഗ്നേഷ്യസ് എന്നാണല്ലോ ഇപ്പം പൊതുവെ വന്നിരുന്നത്. അപ്പം ഈയിടെയായിട്ട് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് പാട്ടൊക്കെ ചെയ്യുന്നത്. കാരണം ഇല്ല അദ്ദേഹം സെപ്പറേറ്റ് അല്ല. അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്. അമേരിക്കയിൽ അതിന്റെ പേരിൽ ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ മൂത്ത മകൻ താൻസനോട് രണ്ടുപേരോടും ചോദിച്ചു. അപ്പൊ ഇവൻ കൽക്കട്ടയിൽ അതിന്റെ പേരിൽ അത് പറ്റൂല. താൻസൻ പറഞ്ഞ് ആദ്യം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ജൂഡി എന്റെ ഭാര്യ പറഞ്ഞ് ആരെങ്കിലും കൂട്ടില്ലെങ്കിൽ നീ അപ്പച്ചൻ ചെയ്യൂല, നീ സഹായിക്കണം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനും ബേണി ഇഗ്നേഷ്യസിന്റെ മകനില്ലേ, നല്ലൊരു ഗായകനാണ്. ശരി, എന്താ പേര്? 3 വയസ്സിലാവും പാടിയത്. നമ്മൾ ചന്ദ്രലേഖയുടെ സമയത്ത് കേൾപ്പിച്ചിട്ട് ഇതേപോലെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? 3 വയസ്സിലെ ശ്രുതി ശുദ്ധമായിട്ട് ഭാവത്തോടെ പാടുന്ന ഒരു ഒരുത്തനായിരുന്നു. വെരി ഗുഡ്. ഒരുപാട് പടത്തിൽ പാടിയിട്ടുണ്ട്. ഇപ്പൊ മലയാളി പെണ്ണെ എന്നുള്ള പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണ്. കാര്യസ്ഥനിലെ. അപ്പൊ മോനൊന്ന് പാടാവത്? ഓക്കെ പ്ലീസ്. അപ്പൊ അതൊരു നല്ലൊരു നിമിത്തമായി. അതായത് ഇഗ്നേഷ്യസിന്റെ മകൻ പാടിയ പാട്ട് വേണിയുടെ മകൻ ഇവിടെ പാടുന്നു. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം. സൂര്യോദയങ്ങൾക്ക് ദൂരം നൽകുന്ന പുലർക്കാലമാണു നീ അനുരാഗമേ. പാദസരം കിലുങ്ങുന്ന പാദങ്ങളിൽ മെല്ലെ കിലുങ്ങുന്ന പദമാല നീയല്ലയോ എന്നനുരാഗമേ. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര്യ സൂര്യോദയം. പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോൾ നമ്മൾ പണ്ടൊരു കാസറ്റ് ചെയ്ത് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഇതേ നമ്മള് ഒരു ഗ്യാങ് ആണല്ലോ മറ്റേ ഗായത്രി അശോകൻ, ഡെന്നീസ് ജോസഫ്, ഷിബു ചക്രവർത്തി, ഉസ്മാൻ, ചിലപ്പോ മമ്മൂട്ടി വരും, വരും. എല്ലാവരും കൂടി എന്നിട്ടാണ് കമ്പോസ് ചെയ്യണത്. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് തിളക്കണം. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇരുന്നൊരു പാട്ടുണ്ടാക്കണം. ഇങ്ങനെ നമ്മളത്തേക്ക് എല്ലാവരും കൂടി ഞങ്ങൾ ഇപ്പൊ പോയിട്ട് ശരിക്കും പറഞ്ഞുണ്ടല്ലോ. ഇപ്പോഴീ പാട്ട് നമ്മുടെ പുതിയ ടൈപ്പ് വേവില് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആവും. ഒരു 2 വരും. അതെ, അവരൊക്കെ പോയപ്പോ ചേട്ടൻ പറയടാ നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് ഒരു പാട്ടുണ്ടാക്കാൻ. അപ്പൊ ഷിബു പോയിട്ടില്ല. ഷിബു പറഞ്ഞു എന്നാ പിന്നെ എഴുതിക്കൊന്നു ജുംന ജുംന എന്നൊക്കെ എഴുതി. അപ്പൊ തന്നെ ഉണ്ടാക്കിയ പാട്ടാ. അവര് വന്നപ്പോ പാട്ട് റെഡി. ജിങ്ക 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 ജിങ് ജുംന ജുംന തക തക തിമിതാരോ തേരാരോ തക തേരാരോ. അല കയ്യിൽ പൊൻതരിവളയിട്ട് കളിവഞ്ചിക്കഥ പാടുന്നേ. പുന്നമടക്കാലിന്ന് പുളകിതയായി പുഷ്പിതയായി ചുണ്ടൻ വള്ളമിറങ്ങി തെയ്തൈ വള്ളം കളിമേളമുയർന്നു. ജുംന ജുംന തക തക തിമിതാരോ തെയ്യാരോ തക തെയ്യാരോ. അല കയ്യിൽ പൊൻതരിവളയിട്ട് കളിവഞ്ചിക്കഥ പാടുന്നേ. പക്ഷെ അതിന്റെ ചരണമാണ് അതിന്റെ ഹൈലൈറ്റ്. ചരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയി 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 ഒരു ഹര വരുന്നല്ലേ. 4 ട്രാക്ക് എല്ലാവരും കൂടി ഒരുമിച്ചാണ്. അന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാവരും കൂടി കൂടി ചേർന്ന് 3-4 തവണ പ്രാക്ടീസ്, 2-3 തവണ പ്രാക്ടീസ് ചെയ്ത പിന്നെ തെറ്റില്ല. അന്നത്തെ മ്യൂസീഷ്യൻസും സൂപ്പർ പാട്ട്. ഞാൻ ആലോചിക്കായിരുന്നു അന്ന് തേന്മാകുമ്പത്തിന് എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ അമ്പിയാണിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ പോലത്തെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ല. ഈ കട്ടിങ് ആണ്. എന്താണ് കാലുകൊണ്ട് ചവിട്ടിയെടുത്ത് നിൽക്കും. ഫിലിമല്ലേ, ഭയങ്കര കറക്റ്റ് ഷാർപ്പ് കട്ടിങ് ആണ്. പക്ഷെ കണ്ടത് കിലുക്കാണ്. ആര്യം ഞാൻ കണ്ടിട്ടില്ല സിനിമ. പഴയ പടം എൻ്റെ പേരിലാണ് ആര്യൻ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഈ കൽക്കട്ടയൊക്കെ എങ്ങനെയുണ്ട് മോനെ? അവിടുത്തെ ഭാഷയൊക്കെ ആയിട്ട് എങ്ങനെ പരിചിതമായോ? അതോ ഭാഷ എനിക്കിപ്പോൾ കേട്ടാൽ ഒരുവിധമൊക്കെ എനിക്ക് മനസ്സിലാക്കി. ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം കുറേയൊക്കെ, അതായത് ഇപ്പോൾ ഞങ്ങൾ കഴിക്കണത് മെസ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അല്ലാണ്ട് കുക്ക് ചെയ്യും. അല്ലാണ്ട് കൽക്കട്ടയുടെ നല്ലൊരു കുസീൻ ഉണ്ട് അവിടെ. മീനും ഇതൊക്കെ തന്നെയാണ് അവിടെ. പിന്നെ നമ്മുടെ കൾച്ചറൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള, ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ തന്നെ ഇപ്പൊ സലീൽ ചൗധരിയൊക്കെ ഉണ്ടാക്കിയ ഒരു ലിങ്ക് ഉണ്ട് എന്തായാലും നമ്മുടെ ഒരു കൾച്ചറായിട്ട്. എന്തൊക്കെ ഒരു സാമ്യമുണ്ട് നമ്മുടെ ശാന്തിനികേതൻ രവീന്ദ്ര സംഗീത. അവിടെ ഞാൻ ഇടക്കിടക്ക് പോകാറുണ്ട്. അവിടുത്തെ കുറച്ച് മറ്റേ വിശ്വഭാരതി എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ടാഗോർ തുടങ്ങിയ. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് കുറെ ഫോക്കും ക്ലാസിക്കലൊക്കെ ആയിട്ട് റെക്കോർഡിങ്ങും പരിപാടികളൊക്കെ. അപ്പൊ എന്തായാലും ഒരു പ്രണയഗാനം, ഒരു സൂപ്പർ പ്രണയഗാനം
അവരുടെ ഭാഷയിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും തമിഴിലായാലും ഏതെങ്കിലും ഭാഷയിലുള്ളൊരു പ്രണയഗാനം. കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ. ഇത് കേൾക്കുമ്പോൾ ബേണിക്ക് എന്ത് തോന്നും? ഞാൻ പറയാം. അതായത് ഞങ്ങളുടെ ഒരു പാട്ട് സിനിമയിൽ ആദ്യമായിട്ട് ദാസേട്ടൻ പാടുന്നത് AVMCയിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ പാട്ടൊക്കെ പാടി ദാസേട്ടന് ഇഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് അത് ദാസേട്ടൻ ട്രാക്ക് കേട്ട് പാടുന്നിരുന്നത് ഞങ്ങൾ വേറെ എവിടെയൊക്കെ പോയി മദ്രാസിൽ. അതുമ്പോഴത്തേക്കും ഒരാൾ അന്വേഷിച്ച് വന്നേക്കണ്, ദാസേട്ടൻ നിങ്ങളെ കാത്തിരിക്കണം, ആദ്യമായിട്ടാണ് നിങ്ങളുടെ സിനിമാ പാട്ട് പാടുന്നത്, എൻ്റെ ഒരു നേരിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അന്ന് ശരി ഒന്ന് ഓടി അവിടെ ചെന്ന് AVMC ചെന്ന്, ബാബു ഉണ്ട് അവിടെ റെക്കോർഡിസ്റ്റ്. അപ്പോൾ പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പാട്ട് പാടി സന്തോഷമായി. എന്നിട്ട് പറഞ്ഞ് ആ പാട്ട് കേട്ട ശേഷം, ഞങ്ങളുടെ പാട്ട് കേട്ട ശേഷം ദാസേട്ടൻ മാറി എന്നിട്ട് പറഞ്ഞു, ഇനി ഈ കസേരയിൽ ബേണിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാനിരുന്നു, എനിക്ക് ആ കസേരയുടെ പ്രത്യേകം എനിക്കറിയില്ലല്ലേ. ഇരുന്ന് ദാസേട്ടൻ എൻ്റെ ഇപ്പുറത്ത് ചേട്ടൻ ഇഗ്നേഷ് ചേട്ടൻ എന്ന് പറഞ്ഞു, ഇനി ഇന്നലെ റെക്കോർഡ് ചെയ്ത പാട്ട് എന്നിട്ട് ബാബു എന്ന് പറഞ്ഞു. പാട്ട് ഈ പാട്ടായിരുന്നു. എൻ്റെ അമ്മോ, ആ സ്പീക്കറിനോട് വന്നിട്ട് രോമാഞ്ചം വന്നിട്ട് കുളിയായിരുന്നു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഈ കസേര ഇരിക്കാൻ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയാം, ഇന്നലെ സലൂചിതായിരുന്ന കസേരയാണ്, നിസ്സാര കസേര അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിലും വലിയ നമ്മൾ ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പുള്ള മഹാൻ, ഇന്ത്യ കണ്ട നമ്പർ 1 സംഗീത സംവിധായകനുള്ള ഒരാള്. അപ്പൊ അതുകൊണ്ട് യൂണീക്ക് മ്യൂസിക് എല്ലാം. അതെ. അപ്പൊ അങ്ങനെ ആ പാട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് കേട്ടത്. അസലായി. ഓക്കെ, താങ്ക് യു വെരി മച്ച് ബേണി. ഓക്കെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായി ശ്രീകുട്ടനായിട്ട്. താങ്ക് യു. ഈ ബന്ധം നമ്മൾ മരണം വരെ തുടരണം. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇതിലാരാ പുലി? അതൊക്കെ മക്കള് തന്നെ ആയിരിക്കും. നല്ലൊരു ചെറുക്കനാണ്. ഇതാ പുലി അല്ലേ? പിന്നെ പറയണം. അപ്പൊ ഒരു പുലിപ്പട്ടം കൊടുക്കാം അല്ലേ? ബേണി ഒരു പുലിയാണ്. So, once again, thank you. Good night, sweet dreams.